പരിദേവത അല്ലെങ്കിൽ ധർമ്മദൈവം രണ്ട് ഭാഗമായിട്ട് നമ്മൾ അത് വിശദീകരിച്ചു. ഇത് മൂന്നാമത്തെ ഭാഗവും അവസാനത്തെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ദേവതയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നതിന് വേണ്ടി ഒറ്റ രാശി പ്രശ്നം വച്ചതിന് ശേഷം വേണം പുരയിടത്തിൽ നമ്മൾ വച്ച് ആരാധിക്കുന്ന പരിദേവതയ്ക്ക് മാസത്തിൽ പൂജ കൊടുക്കണോ വർഷത്തിൽ പൂജ കൊടുത്താൽ മതിയൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ട് ദേവതയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഈ ക്ഷേത്രത്തിൽ ആവാഹിച്ച് ഇരുത്തിയിട്ടുള്ള പരിദേവതയ്ക്ക് പരിദേവത സാന്നിധ്യത്തിന് വർഷത്തിൽ ഒരിക്കൽ നമ്മൾ പോയി ആ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പരദേവതാ പൂജ കൊടുക്കണം. പരദേവത പൂജ നടത്താൻ പറയണം. സാധാരണ ഒരു പൂജ പോരാ, പരദേവത പറയണം ഞങ്ങളുടെ പരദേവത ഇവിടെയാണ്, അപ്പം അതുകൊണ്ട് പരദേവത പൂജ നടത്താൻ പറഞ്ഞ് അത് നടത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ പൊതുക്ഷേത്രമാണ്, ഒരു പൊതുക്ഷേത്രത്തിനാണ് നമ്മൾ പരദേവതയായിട്ട് ആരാധിച്ചു പോരുന്നതെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കൽ പോയിട്ട് പരദേവതാ പൂജ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ കുടുംബ വ്യവസ്ഥിതി അനുസരിച്ച് പറമ്പിൽ വച്ച് ആരാധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വിഷയമായിരിക്കും. അതിനിപ്പോൾ 5-6 പേര് അതിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ട് നടത്തിയാൽ കൊള്ളാം. എല്ലാ മാസമാണ് ഈ മാസം, വർഷമാണ് ഈ വർഷം പൂജ നടത്തിയാൽ കൊള്ളാം. എന്നാൽ ഇത് എത്ര നാൾ ഇതിന് സാധിക്കും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഇതിനൊന്നും സാധിക്കാത്തവർ എന്ത് ചെയ്യണം? ഏത് ചൈതന്യത്തെയാണോ നമ്മൾ വച്ച് ആരാധിക്കുന്നത് അത് ഉള്ള ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് ഇതിനെ ഇരുത്തുന്നതായിരിക്കും അഭികാമ്യം. ഇതിലേക്കായി ക്ഷേത്രത്തെ ഒഴിവുണ്ട്. ഏത് ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലേക്ക് ഒഴിവ് കണ്ടിട്ട് ഒരു ഒറ്റ രാശി പ്രശ്നം വെച്ച് ആ ഇഷ്ടാനിഷ്ടങ്ങൾ അവിടെ പോകാൻ ദേവതയ്ക്ക് ഇഷ്ടമാണോ എന്ന് നോക്കിയിട്ട് വേണം അങ്ങോട്ട് ആവാഹിച്ച് കൊണ്ടുപോകാനായിട്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വരും തലമുറയോട് ചെയ്യണ ഒരു നന്മയും ഗുണമായിരിക്കും. കാരണം അവർക്കൊന്നും ഇത് കൊണ്ടു നടക്കാൻ ചിലപ്പോൾ സാധിച്ചു വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ധർമ്മദൈവത്തിൻ്റെ ദുരിതങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ ഒന്നും അവർക്ക് സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇനി ചിലർക്ക് അവരുടെ പരദേവത ഏതാണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാത്ത ഒരു പരിസ്ഥിതിയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു പ്രശ്നം വെച്ച് ഒറ്റ രാശി പ്രശ്നം വെച്ചിട്ട് നോക്കണം ഇവരുടെ പരദേവത എവിടെയാ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച് ആ ക്ഷേത്രമാണ് അവരുടെ പരദേവത എന്ന് നമ്മൾ നിശ്ചയിച്ച് അവിടെ പോയി അവർക്ക് ആരാധന നടത്താവുന്നതാണ്. ഇനി ഈ പരദേവതയെ വേണ്ട വിധം പരിപാലിച്ചില്ലെങ്കിൽ, അതിന് വേണ്ട സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ പല ദുരിതങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് വിവാഹങ്ങൾ, അവരുടെ അവിടെ വിവാഹങ്ങൾ നടക്കാൻ കാലതാമസം വരും. ചിലപ്പോൾ വിവാഹം നടന്നില്ല എന്ന് വരിക. ഇനി വിവാഹം നടന്നാൽ തന്നെ സന്താനങ്ങൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ട് വരിക. അതുപോലെ തന്നെ അംഗപരിമിതരായി കുട്ടികൾ ജനിക്കുന്നത് അംഗപരിമിതരായിട്ട് ജനിക്കുക. ഇനി എത്ര വരുമാനം ഉണ്ടായാലും സമ്പത്തുണ്ടായാലും ഈ സമാധാനവും ഐശ്വര്യവും അവിടെ ഉണ്ടാവാണ്ട് വരിക, ആ കുടുംബത്തിൽ ഉണ്ടാവാണ്ട് വരിക. ഏത് കാര്യത്തിന് തടസ്സങ്ങൾ നേരിടുക, മുടക്കങ്ങൾ വരിക, ഇതൊക്കെ നമുക്ക് അനുഭവിക്കും. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക. ഈ വക ദുരിതങ്ങൾ മുഴുവനായോ ഭാഗികമായോ നമുക്ക് അനുഭവപ്പെടും. പരദേവതയ്ക്ക് അനിഷ്ടങ്ങളാണെങ്കിൽ അനുഭവപ്പെടും. അപ്പോൾ പരദേവതയെ നല്ല രീതിയിൽ പരിപാലിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ആവാഹിച്ച് ഇരുത്തുകയോ ചെയ്ത് ഈ വക ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതും പരദേവയുടെ അനുഗ്രഹം വേണ്ടുവോളം അനുഭവിക്കാവുന്നതുമാണ്. അങ്ങനെ ജീവിതം സന്തുഷ്ടമാക്കാവുന്നതാണ്. അപ്പം നമ്മൾ പരദേവതയെ വേണ്ട പോലെ എല്ലാ കാര്യങ്ങളും ആചരിച്ച് പരദേവതയെ
നമ്മൾ ആരാധിക്കണം. അതുപോലെ തന്നെ എന്ത് നമ്മുടെ വീട്ടിലൊരു ശുഭകാര്യങ്ങൾ നടക്കുകയാണെങ്കിലും പരദേവതാ ക്ഷേത്രത്തിൽ പോയി ആവുന്ന രീതിയിൽ പരദേവത വഴിപാടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഉദാഹരണമായിട്ട് ഒരു വിവാഹം നടക്കാൻ പോകണം, അതുപോലെ തന്നെ ഒരു വീട് നമ്മൾ താമസിക്കാൻ പോകണം. ഇതിനൊക്കെ മുമ്പ് പരദേവതാ ക്ഷേത്രത്തിൽ പോയി പരദേവയുടെ അനുഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം. അതിനു വേണ്ടി അവിടെ നിങ്ങൾ സാധാരണ നടത്താനുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തി അതിൻ്റെ അനുഗ്രഹമൊക്കെ നേടണം. ഇതാണ് പരദേവതയെക്കുറിച്ചുള്ള എല്ലാ ഇതുകളും തീർന്നു. ഇപ്പോൾ നമസ്തേ. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങളോട് കാണാനും ഇതുവരെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. നമസ്തേ.